അപ്പൊ തലക്ക് പിടിച്ചിരിക്കുന്ന സ്വന്തം കോളേജ്. തീർച്ചയായിട്ടും അതെ. ചെറിയ സ്വപ്നമൊന്നുമല്ല, വലിയ സ്വപ്നമാണ്. അതെ അതെ അതെ. അത് ആദ്യം ജോലി കിട്ടിയ സ്ഥലത്ത് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായപ്പോൾ അതും തുടങ്ങിയതാണ്. അതെ. ശരി, കോളേജ് ഉണ്ടാക്കാൻ പുറപ്പെട്ടത് എന്ത് സംഭവിച്ചു? പാരാമെഡിക്കൽ കോളേജിന് അതെ MGR യൂണിവേഴ്സിറ്റിയിൽ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. അതെ അതെ. കയ്യിൽ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? സാമ്പത്തികം ഉണ്ടെങ്കിൽ ഞാൻ സ്വന്തമായിട്ടൊരു സ്ഥലം വാങ്ങിച്ച് ഞാനത് ചെയ്തായിരുന്നു. ഭയങ്കര വാക് സാമർത്ഥ്യമുള്ള ഒരാളാട്ടോ. ആ ഹോസ്പിറ്റലിൽ ആളെ പോയി കൺവിൻസ് ചെയ്തു. തീർച്ചയായിട്ടും തമിഴ്നാട്ടുകാരനാണ്. അതെ അതെ. എല്ലാ VC പെട്ടെന്ന് മാറി. എനിക്ക് അഫിലിയേഷൻ പുതിയ ഭരണം വന്നു, VC മാറി. ഈ പറയുന്ന പഴയ ഞാൻ ഓൾറെഡി പോയി എല്ലാം ആപ്ലിക്കേഷൻ എല്ലാം കൊടുത്ത VC എല്ലാം ചേഞ്ച് ആയി. എന്നെ വിശ്വാസമുള്ളവർക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇവിടെ പഠിപ്പിക്കാം. അത്രയും പേരൻസും എന്നെ വിശ്വസിച്ചു. വെരി ഗുഡ്. ആ ഒരു വിശ്വാസം എനിക്ക് ആ പേരൻസിനോട് ഏറ്റവും കൂടുതൽ ഈ കോളേജ് സെൻറ് മേരീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ന് നിലനിൽക്കുന്നതിൽ ആ പേരൻസ് എൻ്റെ അർപ്പിച്ചൊരു വിശ്വാസമാണ്. കട്ടിലേക്ക് കിടക്കാൻ തോന്നത്തില്ല, തറയിൽ തന്നെ. കാരണം നാളെ ജയിലിനകത്ത് പോയ തറയിലാണല്ലോ. അപ്പം ജീവിതത്തിൽ നമ്മൾ അത് കാണുകയാണ്. അത് കാരണം എന്താണ് നാളെ സംഭവിക്കുക. കാരണം ഈ അവിടെ ചെന്നൈയിൽ പോയിട്ട് VCയുടെ മുമ്പിൽ നിന്ന് അവരെടുക്കുന്ന ഒരു തീരുമാനമാണ് എൻ്റെ ലൈഫ്. തുലാസിലാണ് ജീവിതം. പിറ്റേന്ന് രാവിലെ 8 മണിക്ക് ഒരു കായസഞ്ചിക്കകത്ത് ഒരു 10 lakhs rupees അയാൾ എൻ്റെ കയ്യിൽ കൊണ്ട് തന്നിട്ട് പറഞ്ഞു. ഒരു പരിചയമില്ല. എന്നെ ആദ്യമായിട്ട് ദൈവത്തിന്റെ രൂപത്തിൽ ഒരു മാസത്തിനുള്ളിൽ ഹോസ്പിറ്റലും പണിയണം, ഈ പറയുന്ന കോളേജും പണിയണം. അത് തന്നെ. എന്നിട്ട് സംരംഭം തുടങ്ങിയാൽ തിരിച്ചടികൾ ഉണ്ടാവില്ലേ? തിരിച്ചടികളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടായേക്കാം. ചിലരുണ്ട് ഒരു സംരംഭം തുടങ്ങി തിരിച്ചടികൾ ഉണ്ടാവുമ്പോൾ ഓടി തിരിച്ചു പോകുന്നവർ, അതിൽ നിന്ന് പിൻവാങ്ങുന്നവർ. ചിലരുണ്ട് എന്ത് തിരിച്ചടികൾ ഉണ്ടായാലും അത് പൊരുതി വിജയം നേടുന്നവർ. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. ഒരു ചെറുപ്പക്കാരൻ വലിയൊരു സ്വപ്നം കാണുന്നു, ഒരു വലിയ സ്ഥാപനം തന്നെ പടുത്തുയർത്തണമെന്ന്. എന്നാൽ തിരിച്ചടികൾ നിരവധി. വിട്ടുകൊടുക്കാൻ അദ്ദേഹം തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഇന്ന് വിജയിച്ച് സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിൽ വന്നിരിക്കുകയാണ്. ബിനു എന്ന ചെറുപ്പക്കാരനാണ് എന്നോടൊപ്പം ഹോട്ട് സീറ്റിൽ ഇരിക്കുന്നത്. ബിനു, സ്വാഗതം സ്പാർക്കിലേക്ക്. താങ്കളുടെ നാട് എവിടെയാണ്? എൻ്റെ സ്ഥലം കൊല്ലം ജില്ലയിലെ പുനലൂർ എന്ന് പറയുന്ന സ്ഥലം. താങ്കൾ പഠിച്ചതൊക്കെ? ഞാൻ +2 വരെ പുനലൂരായിരുന്നു പഠിച്ചത്, പുനലൂർ ഗവൺമെൻറ് സ്കൂളിലായിരുന്നു. അത് കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് ഒക്കെ തമിഴ്നാടാണ് പഠിച്ചത്. എഞ്ചിനീയറാണ്? അതെ അതെ. അത് കഴിഞ്ഞിട്ട് തൊഴിലോ എന്തെങ്കിലും ആണോ ചെയ്തത്? ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ട്രാവൻകൂർ ടൈറ്റാനത്തിൽ ഒരു അപ്രന്റീസ്ഷിപ്പ് ചെയ്തിരുന്നു. അപ്രന്റീസ്ഷിപ്പ്? അതെ അതെ. അത് കഴിഞ്ഞ് തുച്ഛമായ ഒരു വരുമാനമൊക്കെ കിട്ടും? ചെറിയൊരു വരുമാനം. പാരൻസ് എന്തെങ്കിലും ബിസിനസ്സുകാരെന്തെങ്കിലും ആണോ? അല്ലല്ല, എക്സ് മിലിറ്ററി ആയിരുന്നു. ഫാദർ മരിച്ചുപോയി. പിന്നെ നമ്മളായിട്ട് നമ്മുടെ ഒരു ആഗ്രഹം കൊണ്ട് നമ്മളതിൽ. അപ്പോൾ ഈ ജോലി ചെയ്ത് അവിടെ എത്ര വർഷം ജോലി ചെയ്തു? അവിടെ ഒരു വർഷത്തോളം ജോലി ചെയ്തിട്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എനിക്ക് തമിഴ്നാട്ടിൽ തന്നെയുള്ള 1-2 കോളേജുകളിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടൊക്കെ. ഓക്കെ. എവിടെ ആദ്യം ജോലി കിട്ടിയത്? എവിടെയാണ്? ഫസ്റ്റ് നമ്മൾ മാർത്താണ്ഡത്തുള്ളൊരു സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു. സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജ്? മാർത്താണ്ഡം. ഓക്കെ. എന്തായിരുന്നു അവിടെ ജോലി? അവിടെ നമ്മൾ അഡ്മിനിസ്ട്രേഷനും അതേപോലെ മാർക്കറ്റിംഗ് അങ്ങനെയൊക്കെയുള്ള വർക്കുകളായിരുന്നു. അഡ്മിഷൻ എടുക്കുക? അതെ. ഓക്കെ. എങ്ങനെ പോയി അത്? നന്നായിട്ട് നമ്മുടെ ഒരു വാക്കുകളെ ആൾക്കാർ വിശ്വസിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. കാരണം നമ്മളോട് സംസാരിക്കുന്നവർ നമ്മളെ വിശ്വസിച്ച് തന്നെ ആ കോളേജിൽ വന്ന് ജോയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ആ പറയുന്ന നമുക്കുള്ളൊരു ആ വിശ്വാസം നമുക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. എന്ത് പറ്റിയത്? കാരണം നമ്മൾ നോർമലി ഇപ്പോൾ അവർ ഒരു കുട്ടിയെ ഒന്നൊരു കോളേജിൽ അഡ്മിഷൻ എടുക്കുമ്പം തന്നെ അവർക്ക് ഉണ്ടാകുന്ന ആകുലതകൾ കാണുമല്ലോ. ഫുഡ്, ആഹാരം, ഭക്ഷണം. അതേപോലെ മലയാളികളാണ് അവിടെ വന്നുകൊണ്ടിരുന്നത്? മലയാളികളാണെന്ന് നോർമലി നമ്മൾ അവിടെ പഠിക്കുന്നതെല്ലാം. പ്രത്യേകിച്ച് ഒരു ട്രിവാൻഡ്രം, പിന്നെ അതേപോലെ കോട്ടയം, അങ്ങനെയുള്ള ഏരിയ എന്നൊക്കെ ഒരുപാട് കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ നോർമലി ഇവർ വന്ന് ആദ്യം എന്നെയാണ് മീറ്റ് ചെയ്തത്. അപ്പം പേരൻസ് ആണെങ്കിലും എൻ്റെ കോൺടാക്ട് നമ്പറൊക്കെ ആയിരിക്കും കൂടുതൽ. അപ്പം നമ്മൾ ഈ മാനേജ്മെൻറ്റിനോട് നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ സംസാരിക്കാമെന്നല്ലാതെ നമ്മളൊരു സ്റ്റാഫ് എന്നുള്ള നിലയ്ക്ക് ഒരു ലെവൽ പരിമിതികളുണ്ട്. അപ്പം പിന്നെ ഞാൻ അവിടുന്ന് തിരിച്ചിറങ്ങി. കാരണം നമുക്ക് പറയുന്ന വാക്കുകളിൽ ഒരു 70% നമുക്കത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ ആ ഒരു വർക്ക് ചെയ്തുകൊണ്ട് നമുക്ക്
കാര്യമല്ലല്ലോ. അപ്പൊ ഇറങ്ങി പിന്നെ എന്താ ചെയ്തത്? ഇറങ്ങിയിട്ട് പിന്നെ ഞാൻ വേറൊരു കോളേജ് ലീസിനെടുത്തു. ലീസിനെടുത്തു? ലീസിനെടുക്കുക എന്ന് പറയുന്നത് ഒരു എയ്ഡഡ് കോളേജാണ്. അതിലെ ഒരു സെൽഫ് ഫിനാൻസിങ് വിങ്ങിൽ ഒരു 1-2 കോഴ്സുകൾ ഞാനായിട്ട് നമ്മൾ ഒരു ഫ്രണ്ട്സ് ഒരു 2-3 പേരോടെ ചേർന്നിട്ട് നമ്മൾ ഒരു 1-2 സിലബസ് എല്ലാം റെഡിയാക്കിയിട്ട് എന്നിട്ട് പുതിയ കോഴ്സുകൾ നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി തന്നെ മധുരയിലാണ് നമ്മളത് ചെയ്തിരുന്നത്. പിന്നെ അവിടെ നിന്നുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും നമ്മളെ സ്വന്തമായിട്ട് ഒരു പ്രസ്ഥാനം തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു ആദ്യം തൊട്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഓരോ ദിവസവും നമ്മുടെ സ്വപ്നം കാണുന്നതെല്ലാം എങ്ങനെ ഒരു ഓൺ കോളേജ് അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു കോളേജ് സെൽഫ് ഫിനാൻസിങ് എടുത്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നത്? അതിലെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഈ സമുദായങ്ങളുടെ കീഴിലൊക്കെ ഉള്ളൊരു കോളേജുകളൊക്കെ ആകുമ്പം മധുരയിലാണ്. അതെ അതെ, അതൊരു 3-4 വർഷം കഴിയുമ്പോൾ വീണ്ടും അത് ഇലക്ഷൻ വരും. അപ്പോൾ അടുത്ത ഒരു മെമ്പേഴ്സ് ആയിരിക്കും പിന്നെ അവിടെ വരുന്നത്. പിന്നെ അവരുടെ എഗ്രിമെന്റ് തീരും, അവർക്ക് പിന്നെ അങ്ങനെയൊക്കെയുള്ളൊരു വിഷയങ്ങൾ. സംഭവം നമ്മൾ സ്വന്തമായിട്ട് തുടങ്ങാന്ന് പറഞ്ഞാലും നമ്മുടെ കയ്യിൽ എല്ലാ കാര്യങ്ങളും പണ്ട് ആ പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് അവിടെ രാജിവെച്ച് തുടങ്ങിയത്. പക്ഷെ ഇവിടെ നമുക്ക് പിന്നെ ഒരു ഗുണം ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ വരുന്ന സ്റ്റുഡൻസ് അവർക്ക് വേണ്ട അക്കോമഡേഷൻ ആണെങ്കിലും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യുന്നുണ്ട്. ആ ഒരു ഭാഗം കുറേയേറെയൊക്കെ നമുക്ക് അഡ്മിഷൻ കിട്ടുന്നുണ്ടായിരുന്നു. അഡ്മിഷൻ കിട്ടുന്നുണ്ട്. എന്നാലും ഒരു ഫുൾ ഫ്രീഡം കിട്ടുന്നില്ല. പിന്നെ എന്ത് ചെയ്തു? പിന്നെ ഞാൻ ഇങ്ങനെ എങ്ങനെ അടുത്തൊരു ഓൺ കോളേജ് സ്വന്തമായിട്ട് ഇങ്ങനെ തുടങ്ങാമെന്ന് ഇങ്ങനെ എന്നും ആലോചിച്ചു. തലക്കി പിടിച്ചിരിക്കുന്ന തീർച്ചയായിട്ടും അതെ, ചെറിയ സ്വപ്നമൊന്നുമല്ല, വലിയ സ്വപ്നമാണ്. അതെ അതെ അതെ, അത് ആദ്യം ജോലി കിട്ടിയ സ്ഥലത്ത് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായപ്പോൾ അതും തുടങ്ങിയതാണ്. അതെ, ശരി. കോളേജ് ഉണ്ടാക്കാൻ പുറപ്പെട്ടത് എന്ത് സംഭവിച്ചു? തീർച്ചയായിട്ടും അന്ന് ഞാനങ്ങനെ ചെങ്കോട്ടയിലുള്ള ഒരു സിസ്റ്റേഴ്സിന്റെ ഒരു കോൺവെന്റ് അവര് ലീസിന് തരാമെന്ന് എനിക്ക് ഏൽക്കുകയും. ചെങ്കോട്ട എന്ന് പറയുന്നത് നമ്മുടെ തമിഴ്നാട് ജില്ലയുടെ ബോർഡറായിട്ട്. അങ്ങനെ അവിടെ അവരത് ഇറ്റാലിയൻ കോൺഗ്രേഷനാണ്. അപ്പോൾ ഒരിക്കൽ ഞാനവിടെ ചെല്ലുമ്പോൾ ഇറ്റലിയിൽ നിന്നുള്ള സിസ്റ്റേഴ്സ് എല്ലാം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരത് ഒരു ലോങ് ടൈമിലേക്ക് എനിക്ക് ലീസിന് തന്നു. അതുമായി ഞാൻ ഡോക്ടർ MGR മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു പാരാമെഡിക്കൽ കോളേജിന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കുകയാണ്. പാരാമെഡിക്കൽ കോളേജിന്? അതെ, MGR യൂണിവേഴ്സിറ്റിയിൽ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. അതെ, കയ്യിൽ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? സാമ്പത്തികം ഉണ്ടെങ്കിൽ ഞാൻ സ്വന്തമായിട്ടൊരു സ്ഥലം വാങ്ങിച്ച് ഞാനത് ചെയ്തായിരുന്നു. അതില്ലല്ലോ, നമുക്ക് മോഹങ്ങൾ വലുതാണ്. അതെ, തീർച്ചയായിട്ടും. നമ്മള് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇപ്പൊ താങ്കളും പാരാമെഡിക്കലും തമ്മിൽ എന്ത് ബന്ധമുള്ളതെന്ന് ഞാൻ ചോദിച്ച പ്രശ്നമാവും. ഒരു ബന്ധവുമില്ല. തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് എൻജിനീയറിങ് കുറേ നാൾ ആൾക്കാർ ഇങ്ങനെ പഠിക്കും. കാരണം അത് മെയിൻ വിഷയമാണ്. ഞാനതിന് അനുകൂലമല്ല. കാരണം സ്വാഭാവികമായിട്ടും ഇപ്പം ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ നാട്ടിലുള്ള എല്ലാവരും മെക്കാനിക്കൽ എൻജിനീയറിംഗ് ആണ് പഠിക്കുന്നത്. അപ്പം എൻ്റെ അടുത്തും പറഞ്ഞു മെക്കാനിക്കൽ എടുക്കും. അപ്പം നമുക്ക് സ്വന്തമായിട്ട് ഒരാളെ പോലും ഓപ്പണായിട്ട് പറഞ്ഞാൽ അവർക്കൊരു ഗൈഡൻസ് കൊടുക്കാനോ അവർക്ക് ഇഷ്ടമുള്ളൊരു മേഖലയിലേക്ക് പോകാനോ ഇപ്പോൾ കൂടുതൽ ഓപ്പർച്യൂണിറ്റി എവിടെ ഉണ്ടോ ആ ഒരു കോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ജോലി കിട്ടും എന്നുള്ള ധാരണ. അതെ അതെ അതെ, ശരി. അപ്പോൾ അവിടെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് എന്ത് സംഭവിച്ചു? ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ തന്നെ അവർ എനിക്ക് കുറച്ച്, അതായത് സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ ഉണ്ടാവണം. 100 ബെഡ് ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കോഴ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേപോലെ 3 ഏക്കർ ലാൻഡ്, അതേപോലെ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളാണ് മെയിനായിട്ട്. അതുകൊണ്ടാണ് അധികം ആൾക്കാരും ഈ മിനിമം ഒരു 50 കോടി രൂപയൊക്കെ ഉള്ള ഒരാളാണ് ഈ കോളേജിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. പക്ഷെ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ വലുതാണ്. അതാണ് നമ്മുടെ ഇതെങ്കിൽ ഈ സാമ്പത്തികവും ഈ വിഷയങ്ങളൊന്നും ഒന്നുമല്ലെന്ന് എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് മനസ്സിലായത്. നമ്മുടെ ആഗ്രഹങ്ങൾ, അതുകൊണ്ട് ഞാൻ അതിനകത്ത് തന്നെ അവർ തന്നിരിക്കുന്ന കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻ ആണെങ്കിൽ പോലും അതിനകത്ത് എല്ലാത്തിനും ഒരു ട്രസ്റ്റാണ്, ട്രസ്റ്റിംഗ് സൊസൈറ്റിയാണ് ഈ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എല്ലാം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ട്രസ്റ്റ് ആയിരിക്കണം തമിഴ്നാട്. അതെ അതെ, ഇപ്പം നമ്മളൊരു ഫാമിലി ട്രസ്റ്റോ അല്ലെങ്കിൽ നമ്മളൊരു മതപരമാണെങ്കിൽ ആ ഒരു ട്രസ്റ്റിൻ്റെ അണ്ടറിലാണ് നമ്മൾ ഈ കോളേജുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ ട്രസ്റ്റിൻ്റെ അണ്ടറിൽ നമുക്ക് ഓൺ ഹോസ്പിറ്റൽ വേണം, അല്ലെങ്കിൽ ഒരു മെമ്പറിന് ഒരു ഹോസ്പിറ്റൽ മതി. അപ്പോൾ അതേപോലെ തന്നെ പിന്നെ ലാൻഡ് ഒന്നുകിൽ ഓൺ ലാൻഡ് വേണം, അല്ലെങ്കിൽ ഇത്ര വർഷത്തേക്ക് ലീസ് മതി. ഇങ്ങനെയൊക്കെയുള്ള കുറേ ഇതൊക്കെ പഠിച്ചു. അതെ, ഇതെല്ലാം പഠിച്ചു. ലീഗൽ വശങ്ങളെല്ലാം ഞാൻ പഠിച്ചു. അത് ആ ഒരു രീതിയിൽ നമ്മൾ ആപ്ലിക്കേഷൻ റെഡിയാക്കി യൂണിവേഴ്സിറ്റിയിൽ സബ്മിറ്റ് ചെയ്തു. അവർ ഇൻസ്പെക്ഷൻ ട്രസ്റ്റ് ഉണ്ടാക്കിയോ? ട്രസ്റ്റ് ഫോം ചെയ്തിട്ട്. എന്ത് പേരിൽ? ഗീവർഗീസ് എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞു. ഗീവർഗീസ് എന്ന് പറയുന്നത് എൻ്റെ ഫാദറിന്റെ പേര് വർഗീസ് എന്നാണ്. പിന്നെ ഗീവർഗീസ് ഒരു പുണ്യാളുടെ പേര് ഇരുന്നോട്ടെ. തീർച്ചയായിട്ടും പുണ്യാളുടെ പേരിൽ ഒരു സാധനം കൊണ്ട് അപ്ലൈ ചെയ്തു. അതെ അതെ, അപ്പൊ ലീസിന് മറ്റേത് കിട്ടുകയും ചെയ്തു. തീർച്ചയായിട്ടും സിസ്റ്റേഴ്സ് ലീസിന് എനിക്ക് ആ ബിൽഡിംഗ് തന്നു. പക്ഷെ അപ്പോഴും വേറെ പ്രശ്നമുണ്ട്.
ഹോസ്പിറ്റലില്ലല്ലോ അവിടെ. ഹോസ്പിറ്റലിന്റെ വിഷയങ്ങൾ നമുക്കൊരു 100 ബെഡ് ഹോസ്പിറ്റൽ ഇന്നത്തെ കാലത്ത് മിനിമം ഒരു 100 കോടി രൂപ മിനിമം വേണം ഒരു ഹോസ്പിറ്റൽ റെഡിയാക്കാൻ. നടക്കുന്ന കാര്യമല്ല. അല്ല. അപ്പോൾ ഇവരിതിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നുകിൽ നമുക്ക് ഓൺ ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ ഒരു മെമ്പറിന് ഒരു ഹോസ്പിറ്റൽ. അപ്പോൾ ഇതിനകത്തുള്ള മെമ്പേഴ്സ് എൻ്റെ ഫാമിലി മെമ്പേഴ്സാണ്, അവർക്കാർക്കും ഓൺ ഹോസ്പിറ്റലൊന്നുമില്ല. ബാക്കി അമ്മയും ഒക്കെയാണ്. അതെ. അപ്പോൾ നമുക്കിതിനകത്ത് ഒരു ഹോസ്പിറ്റൽ ഉള്ള ഒരു വ്യക്തി നമ്മളെ സഹായിച്ചാൽ തീർച്ചയായിട്ടും ആ ഒരു വിഷയം സോൾവ്. എന്ന് വെച്ചാൽ ഇതിനകത്ത് ട്രസ്റ്റി ആയിട്ട് വരണം നമ്മുടെ ട്രസ്റ്റിനകത്ത്. അപ്പം ഞാൻ എൻ്റെ ഒരു നമ്മുടെ അടുത്ത് തന്നെയുള്ളൊരു ഹോസ്പിറ്റൽ, 100 ബെഡ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലുള്ള അതിൻ്റെ ഓണറോട് ഞാനിങ്ങനെ സംസാരിച്ചു. നമുക്ക് പിന്നെ താങ്കൾ എൻ്റെ ഹോസ്പിറ്റൽ ട്രസ്റ്റിലേക്ക് മെമ്പറായാൽ എൻ്റെ സ്റ്റുഡൻസ് എല്ലാം താങ്കളുടെ ഹോസ്പിറ്റലായിരിക്കും ട്രെയിനിങ് ചെയ്യുകയും അതുകൂടാതെ അവരിൽ ഏറ്റവും മികച്ച ആൾക്കാരെ താങ്കൾക്ക് പ്ലേസ്മെൻറ്റ് ചെയ്തെടുക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഓക്കെ പറഞ്ഞു. നിങ്ങൾ ഭയങ്കര വാക് സാമർഥ്യമുള്ള ഒരാളാട്ടോ. ആ ഹോസ്പിറ്റലിൽ ആളെ പോയി കൺവിൻസ് ചെയ്തു. തീർച്ചയായിട്ടും തമിഴ്നാട്ടുകാരനാണ്. അതെ. നമ്മുടെ ലക്ഷ്യമൊക്കെ പോയി കഴിഞ്ഞാൽ ആരെങ്കിലും അങ്ങനെയൊക്കെ സമ്മതിക്കുമോ? എങ്കിലും എൻ്റെ ലക്ഷ്യമാണല്ലോ നമ്മുടെ. അപ്പം തീർച്ചയായിട്ടും അദ്ദേഹം അതിനകത്ത് കൺവിൻസ്ഡ് ആയി. പിന്നെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. അപ്പം എൻ്റെ ആ ഒരു ഫയലെല്ലാം റെഡിയാക്കി ഞാൻ യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്തു. അങ്ങനെ അവരൊരു നെക്സ്റ്റ് ഒരു 2 വീക്സ് കഴിഞ്ഞപ്പോഴത്തേക്കും ഫസ്റ്റ് ഇൻസ്പെക്ഷൻ അവരിട്ടു. അപ്പോൾ ഈ ഇൻസ്പെക്ഷൻ എപ്പോഴും വരുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൻ്റെ ഡീനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും വരുന്നത്. അപ്പം ഇത് മധുര മെഡിക്കൽ കോളേജിൻ്റെ ഡീനും അതേപോലെ തിരുനെൽവേലി മെഡിക്കൽ കോളേജിൻ്റെ ഡീനുമാണ് നമുക്കവിടെ ഇൻസ്പെക്ഷൻ വന്നത്. അവർ വന്നു. ഞാൻ പിന്നെ ഫസ്റ്റ് ഇയർ ബാച്ചിന് വേണ്ട എല്ലാ ക്ലാസ് റൂം കാര്യങ്ങളൊക്കെ റെഡിയാക്കി. അതേപോലെ ലൈബ്രറി കാര്യങ്ങളെല്ലാം ഞാൻ എല്ലാ കാര്യങ്ങളും ബാക്കിയെല്ലാം നമുക്ക്. ഇതിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പണമൊക്കെ എവിടുന്ന് മാക്സിമം സ്റ്റാർട്ടിങ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീസ് ബിൽഡിംഗ് ആയതുകൊണ്ട് നമുക്ക് അവിടെ ഒരു വലിയ എമൗണ്ട് വന്നില്ല. കാരണം നമുക്കൊരു ചെറിയ ഡെപ്പോസിറ്റ് കൊടുത്തോണ്ട് മന്ത്ലി ഇത് കൊടുക്കുക. ഫർണിഷിങ്ങും കാര്യങ്ങളൊക്കെ ഫർണിഷിങ്ങിൽ നമ്മൾ കുറച്ച് നമ്മുടെ ഈ ഒരു എക്സ്പീരിയൻസിൽ, അതായത് നമ്മൾ ഈ കോളേജുകളിലൊക്കെ വർക്ക് ചെയ്തപ്പം അവിടെയൊക്കെയുള്ള കുറേ ബന്ധങ്ങളുണ്ടായിരുന്നു. അവരൊക്കെ എനിക്ക് കുറച്ച് ക്രെഡിറ്റ് ഒക്കെ തന്നു. പിന്നെ ഈ ലൈബ്രറിയിലൊക്കെ ബുക്സ് ഇഷ്യൂ ചെയ്യുന്ന കുറേ ആൾക്കാർ എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ അവരെല്ലാം പറഞ്ഞു ഇപ്പം തൽക്കാലത്തേക്ക് ഞാൻ ക്രെഡിറ്റ് തരാം, പിന്നെ ഇതെല്ലാം അതെ പൈസ തന്നാൽ മതി. അതൊരു വിശ്വാസമാണ്. അപ്പം പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം മാക്സിമം നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കുറേ പേര് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തു. പിന്നെ അത് റെഡിയാക്കി അതിൻ്റെ ഇൻസ്പെക്ഷൻ കഴിഞ്ഞു. ഇൻസ്പെക്ഷന് വന്നവർ തന്നെ എനിക്ക് 100% ഒരു സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാരണം നമുക്ക് ഈ 4 കോഴ്സാണ് ഞാൻ ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്നത്. BSc കാർഡിയാക് ഡയാലിസിസ് റേഡിയോളജി ഓപ്പറേഷൻ തിയേറ്റർ അനസ്തേഷ്യ എന്ന് പറയുന്ന കോഴ്സ്. അപ്പോൾ ഈ 4 കോഴ്സിന് MGR മെഡിക്കൽ യൂണിവേഴ്സിറ്റി അണ്ടറിൽ അവർ ഓക്കെ പറഞ്ഞു. ഒരു 20 സീറ്റ് വെച്ച് നമുക്ക്. അപ്പോൾ ഇതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ സിലബസ് എല്ലാം MGR മെഡിക്കൽ യൂണിവേഴ്സിറ്റി അണ്ടറിൽ ആണ് സിലബസ് എല്ലാം അഫിലിയേറ്റഡ് ആണ്. നമുക്ക് ഇതിനകത്ത് പെർമിഷൻ കിട്ടി. പെർമിഷൻ നമുക്ക് കിട്ടിയത് യൂണിവേഴ്സിറ്റിയുടെ പേപ്പറല്ല വന്നേക്കുന്നത്. നമ്മൾ ഈ വന്ന ഇൻസ്പെക്ഷൻ ടീമിൻ്റെ ഒരു ഉറപ്പുമാണ്. എന്ന് വെച്ചാൽ അതൊരു ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവർക്ക് അങ്ങനെ തരാനും പറ്റില്ല. കാരണം അതൊരു റെക്കമെൻഡേഷൻ ചെയ്യാനാണ് വെച്ചാൽ അവർ നമുക്ക് വേണ്ടി റെക്കമെൻഡേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ആ ഒരു വിശ്വാസത്തിൽ, അപ്പം പ്രത്യേകിച്ച് എനിക്ക് ഒരുപാട് കോളുകൾ വരുന്നുണ്ട്. അതേപോലെ ഞാൻ ഈ നേരത്തെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് എല്ലാ വർഷവും ഒരു 10-500 കോളുകൾ ഇങ്ങനെ അഡ്മിഷൻ എടുക്കാൻ എവിടേക്കാണെന്ന് പറഞ്ഞ് ചെയ്യും. അപ്പം എനിക്ക് പിന്നെ കുറേ കോളേജുകളൊക്കെ ഈ ഒരു ഫീൽഡിൽ നിന്നുകൊണ്ട് പരിചയം ഉണ്ടായിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്തു, ഒരു 80 സീറ്റ് അടുപ്പിച്ച് ഞാൻ അഡ്മിഷൻ പിന്നെ ഇത് ചെയ്തിട്ട് ഞാൻ ഇവർക്ക് ഇപ്പം മേ ബി എനിക്ക് എന്തെങ്കിലും ഒരു വിഷയങ്ങൾ തട്ടിയിടുണ്ടായാൽ ഈ കുട്ടികളുടെ ലൈഫ് ഒരിക്കലും പോരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ ഇത്രയും സീറ്റ് തന്നെ പല കോളേജുകളിലായിട്ട് നമ്മുടെ അടുത്തുള്ള ഈ ഒരു കോഴ്സുകളുള്ള കോളേജുകളിലേക്ക് MGR യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കോളേജിലേക്ക് പറഞ്ഞു വെച്ചു. പിന്നെ പറഞ്ഞു വരുന്നത് അഫിലിയേഷൻ കിട്ടിയിട്ടില്ല. ഞാൻ ധൈര്യ സമയത്ത് റിസ്ക് എടുത്ത് അങ്ങോട്ട് ഇറങ്ങുകയാണ്. 80 പിള്ളേരെ രജിസ്ട്രേഷൻ നമ്മൾ പൈസയും വാങ്ങിച്ച് ക്ലാസ്സും തുടങ്ങി. ഇതിലൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം അഫിലിയേഷൻ കിട്ടുവാണെങ്കിൽ നമ്മൾ അഫിലിയേഷൻ ഫീസ് അടയ്ക്കണം. അതൊരു വലിയ എമൗണ്ടാണ്. ആ പൈസ എൻ്റെ കയ്യിലില്ല. കാരണം നമുക്ക് പിന്നെ ഒരു 40 lakhs അടുപ്പിച്ച് നമുക്ക് അവിടെ അടയ്ക്കേണ്ടതായിട്ടുള്ളൊരു എമൗണ്ട് നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ അടയ്ക്കണം. അപ്പം ഞാൻ പല ആൾക്കാരുടെ അടുത്ത് നിന്ന് പേയ്മെൻറ്റൊക്കെ ചോദിച്ചു, എങ്ങും ആരും സഹായിക്കത്തില്ല. ഒന്നാമത് നമുക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ പറയുന്ന ലോണോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ നമുക്കൊരു ഓൺ ബിൽഡിങ് കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ലോണിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ എന്തായാലും നമ്മൾ കോളേജ് തുടങ്ങാൻ തീരുമാനിച്ചു. രണ്ടും കൽപ്പിച്ച് ഇറങ്ങി. ഇനി അപ്പോൾ എന്തായാലും ഇത്രയും കുട്ടികൾക്ക് ഈവൻ നമ്മുടെ കോളേജിൽ പഠിക്കാൻ പറ്റില്ലെങ്കിൽ അവരുടെ ലൈഫ് നമുക്ക് സേഫ് ചെയ്യാം. നമ്മുടെ കോളേജിൽ നിന്നുള്ള സ്വപ്നം പോകും, അത്രേ ഉള്ളൂ. ജാമ്യം എടുത്ത് വെച്ചിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും പറഞ്ഞു. അത് ഞാൻ ഈ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഞാനിപ്പോൾ ഒരിക്കലും അങ്ങനെ നമുക്ക് ഏത് ഫീൽഡാണെങ്കിൽ പോലും നമ്മളത് ഓപ്പണായിട്ട് അങ്ങനെ അവർ പേടിച്ചു പോകും. അവർ പേടിച്ചു പോകത്തേ ഉള്ളൂ. പ്രത്യേകിച്ച് അവരുടെ ലൈഫിൽ ഒരു പ്രോബ്ലം ഉണ്ടാവരുതെന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ കാര്യങ്ങൾ ചെയ്തത്. കാരണം അവർ പഠിക്കുന്ന കുട്ടികളാണ്. ഒരിക്കലും ഞാൻ
ഞാനായിട്ട് ഒരിക്കലും ഒരു തീർച്ചയായിട്ടും സ്റ്റുഡൻറ്റിൻ്റെ അവരുടെ ഭാവി ഭാവി നശിപ്പിക്കും. നശിപ്പിക്കുന്നത് ശരിയല്ല. അപ്പോൾ അങ്ങനെ ചെയ്തു. നമ്മുടെ ലക്ഷ്യമാണ് നമുക്കിപ്പോൾ ഈ ഇങ്ങനൊരു കോളേജ് നമുക്ക് 100% എനിക്ക് വിശ്വാസമാണ് ഇത് കിട്ടുമെന്നുള്ളത്. പ്രത്യേകിച്ച് നമുക്ക് ഇൻസ്പെക്ഷൻ ടീമെല്ലാം നമുക്ക് അത്ര കോൺഫിഡൻസ് തന്നേക്കുക. പിന്നീട് എന്ത് സംഭവിച്ചു? പെട്ടെന്നാണ് നമ്മുടെ ഗവർണേഴ്സ് എല്ലാ സ്റ്റേറ്റ് തമിഴ്നാട് കേരള എല്ലാം ഒന്നിച്ച് ചേഞ്ചായി. ആ. എല്ലാ VC പെട്ടെന്ന് മാറി. എനിക്ക് പുതിയ അഫിലിയേഷൻ ഭരണം വന്നപ്പോൾ പുതിയ ഭരണം വന്നു. ആ. VC മാറി. ഈ പറയുന്ന പഴയ ഞാൻ ഓൾറെഡി പോയി എല്ലാം ആപ്ലിക്കേഷൻ കൊടുത്ത VC. ആപ്ലിക്കേഷൻ എല്ലാം കൊടുത്ത VC എല്ലാം ചേഞ്ചായി. ആ. അപ്പം പിന്നെ പുതിയ ആളാണ്. അപ്പം പുതിയ ഒരു ലേഡി ആണ് വന്നേക്കുന്നത്. നല്ല സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം ഞാൻ ഒരു വട്ടം ഞാനിങ്ങനെ പോയി കണ്ടു. അപ്പം നോർമലി അവരിങ്ങനെ ഫസ്റ്റ് എന്നെ കണ്ടിട്ട് ചോദിച്ചു, ആര് അപ്പ താങ്കളുടെ ഫാദറാണോ ഇതിൻ്റെ ചെയർമാൻ? അതെ. ഞാൻ പറഞ്ഞു അല്ല, ഞാൻ തന്നെയാണ്. പുള്ളിക്കാരി ചിന്തിക്കുന്ന ഒരു വലിയൊരു കോളേജ് ചെയർമാൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ ഏജ്ഡ് ആയിട്ടുള്ള ഒരാൾ വരുമെന്നുള്ള തിങ്കിങ്ങിൽ. അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ ഫയലൊക്കെ എടുത്തു ചെയ്തു. അപ്പം പറഞ്ഞു ഇങ്ങനെ ലീസ് ബിൽഡിങ്ങിനൊക്കെ ഇവിടെ ഇങ്ങനെ അഫിലിയേഷൻ കൊടുക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ പുള്ളിക്കാരി സംസാരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പം ഞാനും ഒന്ന് എൻ്റെ എല്ലാ സ്വപ്നങ്ങളൊക്കെ തീരാൻ പോവുകയാണോ എന്നുള്ള ചിന്താഗതിയിൽ. പക്ഷേ പുള്ളിക്കാരി ആ ഒരു ഇയർ തന്നെ ഇങ്ങനെ ഉള്ള സംഭവങ്ങളിലൊക്കെ ഒരു റൂൾസ് പിന്നെ ഇതുപോലെ തന്നെ ഇനിയെല്ലാം പിന്നെ ഓൺ ബിൽഡിങ്, ഓൺ ഹോസ്പിറ്റലൊക്കെ കെട്ടിയതിന് ശേഷം മാത്രമേ അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു റൂൾസ് പാസ്സാക്കിയത് ഗവൺമെൻറ്റിൽ. ഗവൺമെൻറ്റിൽ തന്നെ പുതിയ ജിയോ വന്നു. പക്ഷേ ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്ത പഴയ ഡേറ്റിൽ തന്നെ അപ്ലൈ ചെയ്ത ഒരു ഇതുണ്ടായിട്ട് എനിക്കൊരു പോസിബിലിറ്റി ഉണ്ട്. ഞാനപ്പം എൻ്റെ 1-2 പിന്നെ അഡ്വക്കേറ്റ് സുഹൃത്തുക്കളോടൊക്കെ ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞോ ഇത് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു? 3-4 വട്ടം ഇവരിങ്ങനെ കുറേ തന്നുകൊണ്ടിരിക്കുക. ഞാനിങ്ങനെ ഓരോ വട്ടവും എനിക്കിങ്ങനെ അവർ റിജക്റ്റ് ചെയ്ത് വിടും. ഞാനപ്പം അതിന് ഇപ്പോൾ അവർ റിജക്റ്റ് ചെയ്ത് വിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തരാൻ പറ്റത്തില്ലെന്ന് അവർക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതാണ് നിയമം. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ചേഞ്ച് ആക്കിയേക്കുന്നത്. അപ്പോൾ എന്നിരുന്നാലും അവർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഡിലേ ആക്കാം, ഡിലേ ആക്കാൻ പറ്റുന്നത് മാക്സിമം ഡിലേ ആക്കി. കാരണം ഓൾമോസ്റ്റ് പേരൻസ് ഒക്കെ പാനിക്കായി. കാരണം അഫിലിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ നമ്മുടെ കോളേജിന്റെ നെയിം വരണമല്ലോ. ഇങ്ങനെയല്ലേ അത് വന്നിട്ടുമില്ല. അങ്ങനെ ഈ പേരൻസ് എല്ലാം ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഭയങ്കരമായിട്ടും കോളേജിലേക്ക് വരികയാണ്. അപ്പം പ്രഷറിലായി ഭയങ്കര എന്നുവെച്ചാൽ നമുക്ക് ഉറക്കമില്ല. നമ്മൾ നോർമലി ഞാനിങ്ങനെ നമ്മൾ ചിന്തിക്കത്തില്ലേ നമുക്ക് ഇനിയിപ്പം മാക്സിമം എന്തായിരിക്കും വരുന്നത്. കാരണം ഇത്രയും കുട്ടികളുടെ പേരൻസ് ആണ്. അപ്പോൾ ഇവരെ കൺവിൻസ് ചെയ്ത് വേറെ കോളേജിലേക്ക് ആക്കാമെന്ന് പറയുമ്പോൾ തന്നെ അവർക്കൊരു പേരൻസ്, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഒരു ഫ്രണ്ട്സായി കാണും, പ്രത്യേകിച്ച് ഒരു ക്ലാസ് റൂമിലൊക്കെ. അപ്പോൾ അതും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഫൈനൽ ഇനി ഒന്നും നടന്നില്ലെങ്കിൽ അത് മാത്രമേ ഉള്ളൂ നമുക്കിനി ലക്ഷ്യം. പക്ഷേ പേരൻസ് എല്ലാം അവിടെ വന്നു. അപ്പം തന്നെ എൻ്റെ അടുത്ത് പിന്നെ അവിടെയുള്ള സ്റ്റാഫ് സാർ പേരൻസൊക്കെ ഭയങ്കര ദേഷ്യത്തിലാണ്. അപ്പം സാറ് വേണമെങ്കിൽ പതുക്കെ വണ്ടി എടുത്തിട്ട് പോകുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ് എന്തായാലും നമ്മൾ ഇറങ്ങിയ ഒരു വിഷയം നമ്മളതിനെ ഫേസ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊക്കോളൂ വന്നു. ഞാൻ പറഞ്ഞു അവരെല്ലാം ഒരു ഹാളിലിരുത്താൻ പറഞ്ഞു. ഇവർ വന്നവരെല്ലാം ഇങ്ങനെ ഹാളിലേക്ക് പോയി. അതിൽ ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ബിനു എനിക്ക് കിട്ടത്തില്ലെന്നൊക്കെ അറിയാം, എൻ്റെ സർട്ടിഫിക്കറ്റും പൈസ ഞാൻ തരും, ഞാൻ ഈ വിഷയത്തിലൊന്നുമില്ല. ഞാൻ പറഞ്ഞു നിങ്ങളോട് ആര് പറഞ്ഞു എനിക്ക് കിട്ടത്തില്ലെന്ന്? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല, യൂണിവേഴ്സിറ്റി നിങ്ങളോട് പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എന്താണ് ഇതിൽ പറഞ്ഞത്? ഞാൻ അവരോട് ഭയങ്കരമായിട്ട് ഞാൻ ഇത് ചെയ്തു. പുള്ളിക്കാരൻ അപ്പോൾ എഴുന്നേറ്റ് പെട്ടെന്ന് വെളിയിൽ പോയി. ഞാൻ നേരെ ഈ പേരൻസ് എല്ലാം ഇരിക്കുന്ന ഹാളിലോട്ട് കയറിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി പോലെയാണ് എനിക്ക് എൻ്റെ ഈ കോളേജ്. നിങ്ങൾക്ക് വിശ്വാസമുള്ളവർക്ക് നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയിലോട്ടുള്ള ഒരു ആശങ്ക, അതുപോലെ തന്നെ അപ്പോൾ എനിക്ക് 100% എനിക്ക് വിശ്വാസമുണ്ട്. എന്നെ വിശ്വാസമുള്ളവർക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇവിടെ പഠിപ്പിക്കാൻ പറ്റും. അത്രയും പേരൻസും എന്നെ വിശ്വസിച്ചു. വെരി ഗുഡ്. ആ ഒരു വിശ്വാസം എനിക്ക് ആ പേരൻസിനോട് ഏറ്റവും കൂടുതൽ ഈ കോളേജ് സെൻറ്റ് മേരീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ന് നിലനിൽക്കുന്നതിൽ ആ പേരൻസ് ഒരുപാട് പിന്നെ അവരുടെ ഒരു എൻ്റെ അർപ്പിച്ചൊരു വിശ്വാസമാണ്. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു? കൺവിൻസ് ചെയ്യാനായിട്ട് പിന്നെ എന്ത് ചെയ്തു? അപ്പം അവർ പേരൻസ് എല്ലാം വന്നു. ഓക്കെ, എന്തായാലും അവർ ഏകദേശം അന്നേരത്തേക്കും സെപ്റ്റംബറൊക്കെ ആയി. ഇനിയിപ്പം ഒരു 2 മാസത്തിനകം വെച്ചിട്ട് എനിക്ക് ചേഞ്ചസ് നടക്കത്തില്ല. നവംബർ ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്കും ചേഞ്ച് ആയില്ലേ പിന്നെ പാടാണ്. പിന്നെ അവർക്ക് ഒരു വർഷം പോകും. അപ്പം
ഞാൻ എന്നിട്ടും യൂണിവേഴ്സിറ്റിയിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഞാൻ കുറച്ച് പേപ്പർ അങ്ങോട്ട് കൊടുക്കും, അവരതിൽ നിന്ന് കുറച്ച് വീണ്ടും reject കുറേ ചെയ്യും. എഴുതും. തീർച്ചയായിട്ടും ഇതിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുക. കാരണം സാമ്പത്തികം ഭയങ്കര ഇത്. പിന്നെ സ്റ്റുഡൻസ് ഒക്കെ ഫീസ് അടയ്ക്കാതായി. കാരണം കിട്ടുമോ ടെൻഷൻ ടെൻഷൻ ചെയ്തിട്ടിരിക്കുക. അങ്ങനെ അവസാനം ഫൈനലിൽ ആരോ പിന്നെ എനിക്ക് തോന്നുന്നു മേ ബി എൻ്റെ ശത്രുക്കൾ തന്നെ ആയിരിക്കാം, ഒരു ലെറ്റർ നേരെ യൂണിവേഴ്സിറ്റിക്ക് അയച്ചു. ഇത്ര കുട്ടികൾ ഇവിടെ പിന്നെ ഇങ്ങനെ യൂണിവേഴ്സിറ്റിയുടെ പേരിൽ ഈ ഒരു കോളേജ് ഇങ്ങനെ റൺ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ആരോ അയച്ചു. ഭാവി ഇല്ലാതെ ആക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലെറ്റർ അയച്ചു. ഒരു പക്ഷേ ചില നമുക്ക് ഇതിനു വേണ്ടി എന്താ പറയുന്നത് ചില വിഷയങ്ങൾ നടക്കുന്നത് ലൈഫിൽ ശത്രുക്കൾ ചിലപ്പോൾ നമുക്ക് ഗുണകരമാവുന്നത് പറയുന്നത് ഇവിടെയാണ്. ഞാൻ അങ്ങനെ എന്നെ തിരിച്ച് യൂണിവേഴ്സിറ്റിയിൽ പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് വിളിച്ചു ഈ വിഷയം അറിഞ്ഞ ബേസിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എന്താ വിചാരിച്ചത്, നേരെ അവസാനിച്ചു, പരിപാടി തീർന്നു, നേരെ ചെന്നൈയിൽ പോകുന്നു, നേരെ അവിടെ നിന്ന് നേരെ ജയിലിലേക്കായിരിക്കും. ഞാൻ വന്നു, ഞാൻ നേരെ എൻ്റെ മാനേജറെ വിളിച്ചു പറഞ്ഞു കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്, ഇന്ന ഇത്ര കുട്ടികളെ ഇന്ന കോളേജുകളിൽ അഡ്മിറ്റ് ആക്കിയേക്കണം, പിന്നെ അവരുടെ പേയ്മെൻറ്റിനുള്ള ചെക്ക് കാര്യങ്ങളൊക്കെ ഞാൻ സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതെല്ലാം എൻ്റെ ഫാമിലിയിൽ പറഞ്ഞിട്ട് അവർക്ക് വേണ്ട പേയ്മെൻറ്റ് അവരെ ആരും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. ഞാൻ ചിലപ്പോൾ അകത്ത് പോയാലും എങ്ങനെയായാലും ഒരു 3-4 മാസം എടുക്കുമായിരിക്കും പുറത്ത് വരാൻ. അപ്പം അതിനകത്ത് വെച്ച് കാരണം ഞാനത് രാത്രിയിൽ കിടക്കുമ്പം പോലും നമ്മൾ കട്ടിലേ കിടക്കാൻ തോന്നത്തില്ല, തറയിൽ തന്നെ. കാരണം നാളെ ജയിലിനകത്ത് പോയാൽ തറയിലാണല്ലോ. അപ്പം ജീവിതത്തിൽ നമ്മൾ അത് കാണുകയാണ് അത്. കാരണം എന്താണ് നാളെ സംഭവിക്കുക, കാരണം ഈ അവിടെ ചെന്നൈയിൽ പോയിട്ട് VCയുടെ മുമ്പിൽ നിന്ന് അവരെടുക്കുന്ന ഒരു തീരുമാനമാണ് എൻ്റെ ലൈഫ്. തുലാസിലാണ് ജീവിതം. തീർച്ചയായിട്ടും അത് കാരണം അത് ആരായിരുന്നാലും നമ്മളൊരു ഞാൻ എൻ്റെ ഒരു ഏത് കാര്യത്തിനും റിസ്ക് എടുത്താൽ മാത്രമേ അവർ രക്ഷപ്പെടുത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ എത്രത്തോളം റിസ്ക് എടുക്കുന്നു അത്രത്തോളം അവർക്ക് ഒളിച്ചോടിയില്ല. ഞാൻ അവിടെ ചെന്നു, മാഡത്തിന് മുമ്പിൽ ചെന്നു. മാഡം ആദ്യം വന്ന് എൻ്റെ മുഖത്തോട്ട് നോക്കി. ഞാൻ എന്തായാലും എപ്പോഴും പറയുന്നത് എന്തെങ്കിലും 1-2 ഷൗട്ടിങ് ഒക്കെ പ്രതീക്ഷയാണ് അകത്തോട്ട് കയറിയത്. മാഡം പറഞ്ഞു പുറത്തോട്ട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അന്ന് എൻ്റെ ഒരു സുഹൃത്തും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, പുള്ളിക്കാരനും എൻ്റെ കൂടെ വന്നു. ഒരു പേപ്പർ കൊണ്ട് തന്നിട്ട് പറഞ്ഞു ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്ര സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ എഴുതി തരാൻ പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ ഇത്ര സ്റ്റുഡൻസ് ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ ഒരു പേപ്പർ മാഡം വാങ്ങി ഇത് ചെയ്തിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു താങ്കൾക്ക് ഞാൻ ഒരു ടൈം മാത്രം ഞാൻ ഇപ്പം അഫിലിയേഷൻ തരുവാണ്, പക്ഷേ ഞാനൊരു 1 മന്ത് താങ്കൾക്ക് ടൈം തരും. 1 മന്ത് കഴിയുമ്പോൾ ഞാൻ വീണ്ടും റീഇൻസ്പെക്ഷൻ ഇടും. ഏകദേശം അന്നേക്ക് ഡിസംബർ ആയി, വെച്ചാൽ 2019 ഡിസംബർ അവസാനമായി. ഇനി അടുത്തത് 2020 തുടങ്ങാൻ പോവുകയാണ്. അപ്പം ആ ഇൻസ്പെക്ഷന് താങ്കൾക്ക് സ്വന്തമായിട്ട് കോളേജ്, ഓൺ ബിൽഡിങ്, ഓൺ ലാൻഡ് ഇത്രയും സംഭവങ്ങൾ ഇല്ല എങ്കിൽ ഈ ഒരു ബാച്ച് സക്സസ്ഫുള്ളി പഠിച്ചിറങ്ങും. വേറെ ഒരു ബാച്ചും സെക്കൻഡ് ഇയർ അഡ്മിഷൻ താങ്കൾക്ക് എടുക്കാൻ തരത്തില്ല. ഒരു മാസത്തിനുള്ളിൽ ഹോസ്പിറ്റലും പണിയണം, ഈ പറയുന്ന കോളേജും പണിയണം. എന്നിട്ട് പക്ഷേ നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ ആഗ്രഹം അത്ര തീക്ഷ്ണമാണെങ്കിൽ പ്രകൃതി പോലും നമ്മുടെ കൂടെ നിൽക്കുന്നത് പറയുന്ന പോലെ കോവിഡ് വരെ എൻ്റെ കൂടെ നിന്നു. കാരണം ആ സമയത്ത് 1 വീക്ക് മുമ്പ് കോവിഡ് വന്നു. കോവിഡ് എന്ന് പറയുന്ന സത്യം പറഞ്ഞാൽ കോവിഡ് ഒരുപാട് പേരുടെ ജീവിതം തകർത്തെങ്കിൽ പോലും കോവിഡാണ് ഒരുപക്ഷെ രക്ഷപ്പെടുത്തി. ഇതൊക്കെ പിന്നെ കാറ്റിൽ പറന്നുപോയി. തീർച്ചയായിട്ടും. കാരണം കോവിഡ് വന്നതിന് ശേഷം പിന്നെ നമുക്ക് അടുത്ത സ്റ്റുഡൻസ് എല്ലാം ഓൺലൈൻ ക്ലാസ്സിൽ പോയി, സ്റ്റാഫ് എല്ലാം പിന്നെ ഓൺലൈൻ ഡ്യൂട്ടിയായി. പിന്നെ നമുക്ക് അടുത്ത ഒരു പ്രത്യേകിച്ച് ഡോക്ടേഴ്സ് ആണ് എനിക്ക് ഇവിടെ ഇൻസ്പെക്ഷൻ, അവരൊക്കെ ഭയങ്കരമായിട്ട് ഡ്യൂട്ടിയിൽ പോയി. അവർക്കൊന്നും ഇൻസ്പെക്ഷൻ അതെ എല്ലാവർക്കും ഇൻസ്പെക്ഷനൊക്കെ പിന്നെ അവർക്ക് അതിന് തിങ്കിങ് മാറി. പക്ഷെ ആ സമയത്ത് ഞാൻ ഈ സ്റ്റുഡൻസിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഫസ്റ്റ് ബാലൻസ് കിട്ടിയ പേയ്മെൻറ്റോട് ഞാൻ അവിടെ ഒരു 2 ഏക്കർ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ കോൺവെൻറ്റിനോട് ചേർന്ന് തന്നെ ഞാൻ അവിടെ കോവിഡിൽ എല്ലാവരും വീട്ടിലകത്തിരുന്നപ്പോഴും ഞാൻ അതിൻ്റെ ഫുൾ ഒരു പച്ച നെറ്റ് കൊണ്ട് മൊത്തം മറച്ചിട്ട് അതിനകത്ത് ബിൽഡിങ് പണി സ്റ്റാർട്ട് ചെയ്തു. കാരണം കോവിഡ് എത്രത്തോളം നമുക്ക് അപ്പോൾ എൻ്റെ അമ്മയൊക്കെ എന്നോട് പറയുന്നുണ്ട് ഇവിടെ മനുഷ്യൻ മരിച്ചോണ്ടിരിക്കുക, നീ ഇത് എവിടെ ഇറങ്ങി പോവാണ്, ഇത്രയും ആൾക്കാർ നാളെ ഈ ലോകം ഉണ്ടോ എന്ന് അറിയത്തില്ല. കാരണം നമുക്ക് ആ കോവിഡ് സമയത്തൊക്കെ അറിയാമല്ലോ പോലീസുകാരൊക്കെ അടിക്കുന്ന ഒരു വീഡിയോസിൽ. അപ്പം എനിക്ക് ഈ കോവിഡ് കഴിഞ്ഞൊരു ലോകം ഉണ്ടെങ്കിൽ
അന്ന് അവിടെ തന്നെ എനിക്ക് അവിടെ ഉണ്ടാവണം അവിടെ hospital ൽ ഉണ്ടാവണം. പോകണം. അവിടെ സെന്റ് മേരീസ് കോളേജിന്റെ ചെയർമാനായിട്ട് ഞാൻ കാണണം. ആ. കോവിഡ് കഴിഞ്ഞിട്ടൊരു ഉണ്ടോന്ന് അറിയൂല. ജീവിതം ഉണ്ടെങ്കിൽ അപ്പം തീർച്ചയായിട്ടും ആ ഒരു കോൺഫിഡൻസ് ആണ്. കാരണം കോവിഡിൽ ഇനി മരിച്ചു പോകുന്നേ പോട്ട് കുഴപ്പമില്ല. കാരണം അതിന് മുമ്പേ മേ ബി നമ്മുടെ ഒരു ആഗ്രഹം പോലും എന്തെങ്കിലും നമ്മൾ ശ്രമിച്ചു എന്നുള്ള അതെ രീതിയിൽ അതെ അതെ തീർച്ചയായിട്ടും. പക്ഷേ എന്താ പറയുക, 2 വർഷം കോവിഡിന്റെ 2 വർഷക്കാലം ആ ഒരു സമയം കൊണ്ട് 2 വർഷത്തിൽ 1 വർഷം കഴിയുമ്പോൾ തന്നെ എൻ്റെ ഒരു ഗ്രൗണ്ട് ഫ്ലോർ ഫുള്ള് കംപ്ലീറ്റ് ആയി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതിന് പണം എവിടെയാണ്? സാമ്പത്തികമാണല്ലോ എപ്പോഴും ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. ഇതിനകത്ത് ഞാൻ ആദ്യം ഒരു കോൺട്രാക്ട് ടീമിനെ ഞാൻ ഫസ്റ്റ് വിളിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ ഇരുന്ന കുറച്ച് ഗോൾഡും കാര്യങ്ങളൊക്കെ ഇത് ചെയ്തിട്ട് അയാൾക്ക് ഒരു അഡ്വാൻസ് കൊടുത്തിട്ട് പറഞ്ഞു, താങ്കൾ പണി സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഇതിനകത്ത് മെയിനായിട്ട് ഈ മെറ്റീരിയൽസ് ആണ് മെയിനായിട്ടുള്ള വിഷയം. കൊറോണ കാലത്ത് കൊറോണ മെറ്റീരിയൽ കൊറോണ കാലത്ത് അപ്പം ഞാൻ 1-2 പിന്നെ ഈ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്നവരുടെ അടുത്ത് സിമെൻ്റ് എല്ലാം അവർ വാങ്ങി അടുക്കി വെച്ചേക്കുക, ആരും വാങ്ങിക്കുന്നില്ല. ഇത് ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഇത് പിന്നെ വേസ്റ്റ് ആവും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അത് കട്ടിയായി പോകും. അപ്പം ഞാൻ ഇവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് ലോൺ, അന്നേരത്ത് ഞാൻ 1-2 ബാങ്കിലൊക്കെ ലോണിന് അപ്രോച്ച് ചെയ്തു. അപ്പോൾ ഈ ലോണിന് അപ്രോച്ച് ചെയ്യുമ്പോൾ ബാങ്ക് മാനേജർമാർ എന്ത് പറയുന്നത്, ആ നെക്സ്റ്റ് വീക്കിൽ മിക്കവാറും ഇതാവും നെക്സ്റ്റ്. കാരണം തിരത്തൊന്നും ഇല്ലെങ്കിൽ ഇവരുടെ ഈ പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ ഈ പിന്നെ കടകളിലൊക്കെ ചെന്നിട്ട് ഞാൻ ഈ ബാങ്ക് മാനേജർ അവിടെ നിന്ന് സ്പീക്കർ ഫോൺ ഇട്ട് വിളിക്കാൻ പറയും, ആ സാർ അടുത്ത് നെക്സ്റ്റ് വീക്കിലേക്ക് റെഡിയാവും എന്ന് പറയും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് ഇത് ഇവിടെ ഇരുന്നിട്ടും കാര്യമില്ല. ഞാൻ എന്നിട്ടൊരു ചെക്ക് എഴുതി അവർക്ക് കൊടുത്തിട്ട് പറയും, താങ്കൾക്ക് ഈ ഒരു കോവിഡിൻ്റെ വിഷയങ്ങളൊക്കെ ഒന്ന് തീരുന്നതിന് മുമ്പ് തന്നെ പേയ്മെൻറ്റ് തരും. ബ്ലാങ്ക് ചെക്ക് ഇതാണ്, ഡേറ്റ് എടുത്തില്ല. അതിനകത്ത് നിങ്ങൾക്ക് എന്നാണ് ഞാൻ പേയ്മെൻറ്റ് വരുന്നത് വെച്ചാൽ ഞാൻ നിങ്ങൾ അന്നേരത്തേക്ക് കൊണ്ടുവന്ന് കൺവിൻസ് ചെയ്തു. അല്ല വേറെ വഴിയില്ലല്ലോ. നമുക്ക് ആകപ്പാടെ സാമ്പത്തികം എന്ന് പറയുന്ന സംഭവം നമ്മുടെ കയ്യിലില്ല. അവസാനം ഇപ്പോൾ ഒരു നില തീർത്തു. ഒരു ഫ്ലോർ ഞാൻ എങ്ങനെയൊക്കെ ഇത് ചെയ്തു. അവസാനം ഒരു ലാസ്റ്റ് ഒരു ഫ്ലോറിൻ്റെ 3 പോർഷനായിട്ടാണ് ഇത് കോൺക്രീറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അന്നേരത്തേക്കും കുറച്ച് ഫീസൊക്കെ വന്നത് ഞാൻ ഇങ്ങനെ പേയ്മെൻറ്റ് കൊടുത്ത് തീർത്തുകൊണ്ടിരുന്നു. കാരണം എങ്കിലേ വീണ്ടും ഒരു മെറ്റീരിയൽ തരത്തുള്ളൂ. കാരണം കുറച്ചൊക്കെ അവർ സഹായിച്ചു. അപ്പം ഈ അവസാനത്തെ ഒരു പോർഷൻ എങ്ങനെ ഒരു 10 lakhs rupees കൂടെ വേണം. ഞാനത് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ഇങ്ങനെ അതിനകത്തോട്ട് രാവിലെ എന്ന് വെച്ചാൽ ഞാൻ വാക്കബിൾ ഡിസ്റ്റൻസിലാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത്. അപ്പം നടന്നു വന്നിങ്ങനെ എന്നിപ്പോൾ തൊട്ടപ്പുറത്തെ എൻ്റെ ഫസ്റ്റ് ടൈം കാണുന്ന ഒരു വ്യക്തി, ഒരു കാലെന്ന് പറഞ്ഞിട്ട് ഒരാൾ എൻ്റെ അടുത്ത്, അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഇതെന്താ ബിൽഡിംഗ് എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതൊരു കോളേജാണ്. അപ്പം കമ്പിയെല്ലാം കെട്ടി കോൺക്രീറ്റിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ പെട്ടിയൊക്കെ അടിച്ച് ഇങ്ങനെ ഇട്ടേക്കുക. അപ്പോൾ എനിക്കിതിങ്ങനെ കിടക്കുന്നതനുസരിച്ച് ഇത് തുരുമ്പ് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കോൺക്രീറ്റ് ഇടുമ്പോൾ പാടാണ്. ഇങ്ങനെ വിഷമിച്ച് ഞാൻ പറഞ്ഞു കോൺക്രീറ്റ് ചെയ്യാൻ എനിക്ക് സാമ്പത്തിക ഇച്ചിരി പൈസ കിട്ടാനുണ്ട്, ഇപ്പോൾ എவ்வளோ தேவை இருக்குது. ഞാൻ പറഞ്ഞു ഇപ്പോൾ ഒരു 10 lakhs. തമ്പി നീക്ക് എங்கே തങ്ങിയിട്ടിരിക്കും. ഞാൻ പറഞ്ഞു അതിൽ മേളത്തെ പിറ്റേന്ന് രാവിലെ 8 മണിക്ക് ഒരു കായ സഞ്ചിക്കകത്ത് ഒരു 10 lakhs rupees അയാൾ എൻ്റെ കയ്യിൽ കൊണ്ട് തന്നിട്ട് പറഞ്ഞു, ഒരു പരിചയമില്ല. എന്നെ ആദ്യമായിട്ട് ഞാൻ ദൈവത്തിന്റെ രൂപത്തിൽ ഒരു കാലാണ് എൻ്റെ മുമ്പിൽ. സെന്റ് മേരീസ് കോളേജിന്റെ സീരിയസ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അതെ നമ്മളൊരു 1000 രൂപ ചോദിച്ചാൽ അവർ 3 വട്ടം ആലോചിക്കുന്ന ആൾക്കാരാണ്. അതേ എന്തിനെന്തെങ്കിലും തന്നു. ഞാൻ അത് കഴിഞ്ഞിട്ടും അദ്ദേഹം 1-2 അഡ്മിഷൻ്റെ കാര്യമായിട്ടൊക്കെ എൻ്റെ കോളേജിൽ വരാറുണ്ട്. എൻ്റെ ആ നാട്ടുകാരനാണ്. പക്ഷേ പുള്ളിക്ക് എങ്ങനെ തോന്നിയോ, ആര് തോന്നിപ്പിച്ചെന്ന് എനിക്കറിയത്തില്ല. കാരണം ചില കാര്യങ്ങൾ അവിടെ ഉണ്ടാവണമെന്നുള്ളൊരു തിങ്കിങ് ആയിരിക്കും. പക്ഷേ കോവിഡ് കഴിഞ്ഞ് സ്റ്റുഡൻസൊക്കെ വന്നപ്പോഴത്തേക്കും വലിയ ഒരു കോളേജ് പണി തീർത്തു. അതെ, പണി ഏകദേശം കഴിഞ്ഞു. വളരെ നന്നായിട്ട് പിന്നെ കുട്ടികൾക്ക് എനിക്കപ്പം റിന്യൂ ചെയ്യേണ്ട ഇൻസ്പെക്ഷൻ വന്നപ്പോഴത്തേക്കും VCക്ക് 1 വർഷം കിട്ടി. അതിൻ്റെ ഇടയ്ക്ക് ഇത് എങ്ങനെ പണിഞ്ഞു പുള്ളിക്കാരിക്ക് വലിയ മനസ്സിലായി. കംപ്ലീറ്റ് ആ കോളേജ് ഇത് വേണമല്ലോ, നമ്മുടെ മെഡിക്കൽ കോളേജ് വേണമല്ലോ. അതെ, അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലാണ്. പിന്നെ അപ്പം നമുക്ക് ഓൾറെഡി ഈ ഡോക്ടർ നമ്മുടെ ഇതിനകത്ത് തന്നെ അവർ മെമ്പറായിട്ട് ഇരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ ട്രെയിനിങ് കാര്യങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരുന്നു. അപ്പം ഞാൻ തൊട്ടടുത്ത് തന്നെ നമുക്ക് തെങ്കാശിയിൽ നിന്ന് മധുരയ്ക്ക് പോകുന്ന ഹൈവേയിൽ ഒരു 4 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ തന്നെ നമ്മളൊരു 3 ഏക്കർ സ്ഥലം വാങ്ങിച്ചിട്ട് നമുക്കവിടെ ഒരു 200 ബെഡ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ പണി ആരംഭിച്ചു. അന്നേരത്തേക്ക് നമുക്ക് ഇവിടെ നിന്നൊക്കെ ഒരു ഇൻകം വന്നു തുടങ്ങി. അടുത്ത ബാച്ചുകൾ വന്നു. പിന്നെ ഞാൻ അഫിലിയേഷൻ BSc നഴ്സിംഗ് അത് കഴിഞ്ഞിട്ട് ഞാൻ 2023 സ്റ്റാർട്ട് ചെയ്തു. BSc നഴ്സിംഗ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ അവർ വന്ന് ചെക്ക് ചെയ്ത് അഫിലിയേഷൻ തന്നു അടുത്ത സെക്കൻഡ് കോഴ്സ് തന്നു. ഇനി അപ്പം നമുക്ക് അന്നത്തേക്ക് നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ ഒരു ബാച്ച് പാസ് ഔട്ടായി. എന്ന് വെച്ചാൽ നമുക്ക് 19 കയറിയ കുട്ടികളൊക്കെ ഏകദേശം 23 പാസ് ഔട്ടായി. അവർ ഓൾമോസ്റ്റ് കുട്ടികളെല്ലാവരും പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയി. അപ്പം നോർമലി പിന്നെ നമുക്ക് ഫണ്ട് ഫ്ലോ വന്നു തുടങ്ങി. അതെ. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ഒരു ആഗ്രഹത്തിന്റെ ഒരു തീഷ്ണത. നമ്മൾ ഹോസ്പിറ്റൽ എന്തായി പിന്നീട്? ഹോസ്പിറ്റൽ ഇപ്പോൾ ഏകദേശം ഫൈനൽ
ഘട്ടത്തിലായി. ഇനിയിപ്പം അതിനകത്ത് നമ്മൾ ഒരു 1 മന്ത് വർക്കും കൂടെയാണ് മെയിൻ, ഇന്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. കോളേജും പണി തീർന്നു, ഇതാ ഹോസ്പിറ്റലുമായി. അതെ അവര് പേടിപ്പിച്ചു വിട്ട 200 ബെഡുള്ള ഹോസ്പിറ്റലാണ്, അതെ അതെ അതും പണി തീർത്തു നിങ്ങൾ. തീർച്ചയായിട്ടും. പെട്ടെന്ന് ഇതൊക്കെ സംഭവിക്കുന്നു എന്നുള്ള. അപ്പൊ ഈ കോളേജിൽ ഇപ്പൊ എത്ര കോഴ്സുകൾ, ഏതൊക്കെ കോഴ്സുകളാണ് ഇപ്പൊ ഉള്ളത്? ഇപ്പം നമുക്ക് BSc നേഴ്സിംഗ് ഉണ്ട്, ആ. പിന്നെ അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളായിട്ടുള്ള പിന്നെ BSc MLT കാർഡിയാക് ഡയാലിസിസ് റേഡിയോളജി ഓപ്പറേഷൻ ട്രാൻസേഷ്യ, അതേപോലെ MBA ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, അതേപോലെ MBA ബിസിനസ് അനലൈറ്റിക്സ് എന്ന് പറഞ്ഞൊരു കോഴ്സുണ്ട്, പിന്നെ BSc ഓപ്റ്റോമെട്രി, BSc ന്യൂട്രീഷൻ ഡയറ്റീഷ്യൻ. വെരി ഗുഡ്. എത്ര സ്റ്റുഡൻസ് ഇപ്പൊ പഠിക്കുന്നുണ്ടോ അവിടെ? ഏകദേശം നമുക്ക് കോളേജിൽ ടോട്ടൽ ഒരു 600 സംതിങ് സ്റ്റുഡൻസ് അവിടെ 600ഓളം സ്റ്റുഡൻസ്. കുട്ടികളുണ്ട്. എത്ര പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട് നമ്മൾ? നമുക്കിവിടെ ഒരു 150ഓളം ആൾക്കാർ മൊത്തത്തിൽ എല്ലാ സ്ഥാപനങ്ങളിലുമായിട്ട് നമുക്കിപ്പോൾ അവിടെ സ്റ്റാഫായിട്ട്. താങ്കൾ ഒറ്റയ്ക്ക് പോയി ഒരു കോളേജ് ഉണ്ടാക്കാൻ പോയി ഇപ്പൊ 160 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന സ്ഥാപനമായത്. തീർച്ചയായിട്ടും അത്രയ്ക്കും വളർന്നു അല്ലേ? അതെ തീർച്ചയായിട്ടും. ഞാൻ തന്നെ ചില സമയങ്ങളിൽ എനിക്ക് തന്നെ ഒരു അത്ഭുതമായിട്ട് തന്നെ തോന്നാറുണ്ട്. കാരണം ഇത്രയൊക്കെ സംഭവം ഞാൻ തന്നെ എനിക്ക് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് തന്നെ. കാരണം താങ്കൾക്കൊരു പാർട്ട്ണർ ഇല്ല, ആരുമില്ല, ദൈവം മാത്രമേ ഉള്ളൂ പാർട്ട്ണർ. ഒറ്റയ്ക്കാണ് ഇതെല്ലാം പഠിത്തം. ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടോ? ഫാമിലിയിൽ അങ്ങനെ ഇത് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ആരുമില്ല. പിന്നെ എൻ്റെ ബ്രദറുണ്ട്, പുള്ളിക്കാരൻ എബ്രോഡാണ്. പുള്ളിയുടെ ഒരു സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഇതായിട്ടുണ്ട്. എങ്കിൽ പോലും നമുക്ക് ഈ ഒരു മേഖലയിലൊന്നും വർക്ക് ചെയ്ത ആരും നമ്മുടെ ഫാമിലിയിൽ പോലും ഫുൾ ടൈം ചെങ്കോട്ടയിലാണ്. അതെ, ഞാൻ ചെങ്കോട്ടയിലാണ്. പിന്നെ അതേപോലെ നമുക്ക് ഹോസ്പിറ്റലിൽ വർക്ക്, അതേപോലെ ഇപ്പോൾ ഇവിടെ നമ്മുടെ കൊച്ചിയിലൊരു പാൻ ഇന്ത്യൻ മൂവീസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ അലക്സ് പോൾ സാറുമായിട്ട് ചേർന്നിട്ട് നമ്മളൊരു പിന്നെ ഒരു പ്രൊഡക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പുതിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ പാൻ ഇന്ത്യൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ഈ മൂവിയിൽ ഇപ്പോൾ ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നതിൽ തന്നെ നമുക്ക് ഈ ഡിഗ്രി എടുക്കുന്ന കുട്ടികൾക്ക് ആ ഒരു വർക്ക് ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് ഈ ഡിഗ്രി. ബിനുവിന്റെ സ്വപ്നങ്ങൾ ചെറുതല്ല, ഇനിയും ചിറക് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? തിരിഞ്ഞു നോക്കുമ്പോൾ ആ പാൻഡമിക്കിന് മുമ്പ് തകർന്ന് നിന്ന ഒരു നിമിഷമുണ്ട്. തീർച്ചയായിട്ടും. ആ നിമിഷവും ഇന്ന് ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിൽ എന്താ തോന്നുന്നത്? നമുക്ക് ജീവിതത്തിൽ ഞാൻ എപ്പോഴും എനിക്ക് എൻ്റെ ലൈഫിലുണ്ടാകുന്ന സംഭവം, നമ്മൾ മാക്സിമം, അതായത് എത്ര ഡോറുകളുണ്ടോ എല്ലാ ഡോറും നമ്മൾ കൊട്ടി നോക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് നമ്മൾ പറയുന്നില്ല, കച്ചിത്തുരുമ്പിൽ വരെ പിടിച്ചു നോക്കുക എന്നുള്ളത്. ചുമ്മാതെങ്കിലും ഒരാളോട് അങ്ങോട്ട് പോയി ഒന്നും നമുക്ക് കിട്ടത്തില്ലെന്ന് പ്രതീക്ഷ ഉണ്ടെങ്കിൽ ചുമ്മാതെങ്കിലും ഒന്ന് ചോദിക്കുക. ചിലപ്പോൾ ഏത് വഴിയിലൂടെയാണ് നമുക്ക് ചിലപ്പോൾ അതിൽ നിന്ന് ചിലപ്പോൾ നമ്മളാവില്ല ദൈവം ആരുടെ രൂപത്തിൽ നമ്മൾ പക്ഷെ ചുമ്മാതിരുന്നിട്ട് ഒരിക്കലും കാര്യമില്ല. പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അതെ, നമ്മൾ പരിശ്രമിക്കുന്നതിനകത്താണ്. നമ്മൾ പരിശ്രമിക്കുന്നിടത്തു നിന്നും കിട്ടണമെന്നില്ല, നമ്മൾ പരിശ്രമിക്കുക എന്ന് മാത്രമേ എൻ്റെ ലൈഫിൽ. കാരണം നമ്മൾ ചോദിക്കുന്ന പല സ്ഥലങ്ങൾ കാണും, അല്ലെങ്കിൽ നമ്മൾ പല ആൾക്കാരോട് ചോദിക്കും. നമുക്ക് ഒരു പരിചയമില്ലാത്തവരോട്, ശത്രുക്കൾ വരെ ചിലപ്പോൾ എനിക്ക് ഗുണമുണ്ടായിട്ട്. കാരണം ഞാൻ ഈ കോളേജ് തുടങ്ങുന്ന സമയത്ത് എനിക്കറിയാം അടുത്തുള്ള കോളേജുകാരൊക്കെ എൻ്റെ ശത്രുക്കളായിരിക്കും. കാരണം ഞാനിത് തുടങ്ങരുത്, കാരണം പ്രത്യേകിച്ച് ഞാനൊരു മാർക്കറ്റിംഗ് ഫീൽഡിലൊക്കെ ഇത്രയും ഇതായിട്ട് നിൽക്കുന്ന ഒരാൾ ഇത് തുടങ്ങരുത്. അപ്പം ഞാൻ ഈ ശത്രുക്കളായിട്ടുള്ള കോളേജുകാരെ തന്നെ വിളിച്ചു പോയി. കാരണം ഞാൻ അവരോട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ പറയുന്ന കാര്യം ചെയ്യാതിരുന്നാൽ മതി. ആ ഒരു പോർഷൻ നമുക്ക് ക്ലോസ് ചെയ്ത് കിട്ടും. കാരണം നമുക്കൊരു 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഒരു ഓപ്ഷൻ പറയുവാണെങ്കിൽ അത് ചെയ്യാതിരുന്നാൽ മതി. നമുക്ക് അടുത്ത 3 ഓപ്ഷനിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അതേപോലെ ഓരോ കാര്യങ്ങൾ എവിടെ ആണെങ്കിൽ പോലും നമുക്ക് പിന്നെ നമ്മൾ ട്രൈ ചെയ്ത് നമുക്കതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു എഫോർട്ട് ഫുള്ള് നമ്മൾ എടുക്കുവാണെങ്കിൽ എനിക്ക് എൻ്റെ ഒരു ലൈഫ് വെച്ചിട്ട് 100% സക്സസ് ആവാൻ 100% സാധ്യതയാണ്. നിങ്ങൾ കേട്ടു ബിനു എന്ന ഈ യുവ സംരംഭകൻ്റെ ത്രസിപ്പിക്കുന്ന സ്പാർക്കുള്ള കഥ. ശൂന്യതയിൽ നിന്ന് ഒരു സ്ഥാപനം ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്ന ഒരു സ്വപ്നത്തിൽ മാത്രം, സിനിമകളിൽ മാത്രം നടക്കുമെന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അതിന് മറുപടിയാണ് ബിനുവിൻ്റെ ഈ സംരംഭക ജേണി. ഒന്നുമില്ലായ്മയിൽ നിന്ന് പൊരുതി നേടിയൊരു വിജയമാണ് അദ്ദേഹത്തിൻ്റെ. നമുക്കൊക്കെ സ്വപ്നം കാണാൻ പറ്റുമോ? ഒരു കോളേജ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ പണി, 200 ബെഡ്, അതും കയ്യിലൊരു പൈസ പോലും ഇല്ലാതെ. അദ്ദേഹത്തിന് തിരിച്ചടികൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. ആരുടെയൊക്കെ രൂപത്തിൽ ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് വെറുതെ കിട്ടിയതല്ല, പരിശ്രമത്തിൻ്റെ ഭാഗമായി എവിടെയൊക്കെയോ മുട്ടിയ വാതിലുകളിൽ നിന്ന് കിട്ടിയ ഉത്തരങ്ങളായിരുന്നു അദ്ദേഹത്തിന്. ജീവിതത്തിൽ പൊരുതാനുറച്ചവരെ തോൽപ്പിക്കാനാവില്ല എന്നൊരു ചൊല്ലുണ്ട്. അതിന് ഉദാത്തമായ ഉദാഹരണമാണ് ബിനുവിനെ പോലുള്ള സംരംഭകർ. ഇത്തരം സംരംഭകരാണ് നമുക്കൊക്കെ മാതൃകയാക്കേണ്ടത്. പൊരുതാനുറച്ച് ചങ്കൂറ്റത്തോടുകൂടി ഇറങ്ങിയാൽ വിജയം നേടാമെന്ന് പഠിപ്പിക്കുകയാണ് ബിനു ഇന്ന് നമ്മളെ. ബിനു വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. ഈ ഹോട്ട് സീറ്റിൽ വന്ന്
തിരിച്ചടികളുടെയും തിരിച്ചുവരവുകളുടെ കഥകളൊക്കെ ഞാൻ നിരവധി കേട്ടിട്ടുണ്ട്. 500ഓളം ഇൻ്റർവ്യൂകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ വളരെ യുണീക്കായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് താങ്കളുടെ. പൊരുതാനുറച്ച ചെറുപ്പക്കാരനാണ്. അതുകൊണ്ട് തന്നെ ഇനി ഉയരങ്ങളിലെത്തും എന്നുള്ളത് ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് പോലും മനസ്സിലാവും. ഓക്കെ, അത് തന്നെ ആയിരിക്കട്ടെ താങ്കളുടെ അടുത്ത പടി. എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിൽ എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും താങ്കളുടെ കോളേജിലെ വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ താങ്കൾ തുടങ്ങുന്ന ഈ പുതിയ ആശുപത്രിയും വളർച്ചയും ഉയർച്ചയും ഉണ്ടാവട്ടെ. താങ്ക് യു.